Good morning. Good morning, miss. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, Okay, good morning. നമ്മളപ്പോ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ് കേട്ടോ. ഓക്കെ Okay. ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ, അതായത് ഈ ഒരു ചാപ്റ്ററില് ഫസ്റ്റ് 2 പേജ് കുറച്ച് തിയറി മാത്രമായിരിക്കും കേട്ടോ. അത് ആദ്യമേ തന്നെ പറയാണ്. പോയിന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങള് 2 പേജിന് ശേഷമായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൂടുതലും അതായത് റിസപ്ഷൻ ഏരിയക്ക് വരുന്ന ആ ഒരു വിഭാഗമാണ് റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ്. കസ്റ്റമറിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് ഇവര് തിയറിറ്റിക്കലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വേറെ അതായത് കസ്റ്റമറിന്റെ കുറെ ഡെഫിനേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ. ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. ഓക്കെ, ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ ആ സാധനം മേടിക്കാൻ ഒരാള് ചെല്ലുമ്പോൾ അയാളെ വിളിക്കുന്നത് കസ്റ്റമർ എന്നാണ്. പക്ഷെ ഹോസ്പിറ്റലിന്റെ ബേസിൽ പേഷ്യന്റ് ആണ് അവിടുത്തെ കസ്റ്റമർ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോ ആദ്യമേ തന്നെ ഒരു മടുപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറയുന്നത്, ഈ ഒരു കാര്യം കുറച്ച് തിയറിറ്റിക്കലാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇപ്പോ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. ഓക്കെ, അതായത് ഉപഭോക്താക്കൾ, അതായത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്, ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാത്ത രാജാക്കന്മാർ. അങ്ങനെയാണ് ഒരു കോട്ടിങ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നേന്നുള്ളൂ. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഭംഗിക്ക് വേണ്ടി ആ ചാപ്റ്ററിനെ കൂടുതൽ എന്താ പറയാ ഭംഗിയാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു കോട്ടിങ്സ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് അല്ലാത്ത. നെക്സ്റ്റ് അതിന്റെ താഴെയിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. A medical receptionist is an inevitable part of a well-functioning healthcare team. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming, and well-organized front office for patients and to facilitate the well-functioning of the hospital. അതായത് നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ അനിവാര്യമായ ഭാഗമാണ് എന്താ പറയാ ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കെയർ ടീമിന്റെ തന്നെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമുക്കറിയാം രോഗികള് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ആരെയാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണ് അല്ലെ. അവരോടാണ് എന്ത് ചോദിക്കുക, കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസും മറ്റും അന്വേഷണങ്ങളൊക്കെ മറ്റും നടത്തുക പേഷ്യൻസ്. അപ്പോ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ്. ഒഴിച്ചുകൂടാനായിട്ട്, അതായത് മാറ്റി നിർത്താൻ പറ്റാത്ത, ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ആ ഒരു സ്റ്റാഫിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ അവരുടെ ആ ഒരു പോസ്റ്റിന് പകരം വേറൊരാളെ പ്രതിഷ്ഠിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫാണ് ആര്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും മറ്റു മെഡിക്കൽ സ്റ്റാഫുകളായാലും രോഗികളെ വെൽക്കം ചെയ്യുന്നതിലും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലും ഒക്കെ എന്തിനെ ആശ്രയിക്കുന്നുണ്ട്, ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ മൂലമാണ് എന്ത് കിട്ടുന്നത്, ഇപ്പൊ ഡോക്ടർമാർക്കായാലും നഴ്സുമാർക്കായാലും ഒക്കെ എന്ത് ചെയ്യുന്നത്, രോഗികളെ കെയർ ചെയ്യാനും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നത്. എന്തിനും ആരുടെ സഹായം ആവശ്യമാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ സഹായം ആവശ്യമാണ്. ഇപ്പൊ ഡോക്ടറും അതുപോലെ നഴ്സുമാരെന്നൊക്കെ പറഞ്ഞാല് അവർക്ക് എന്താ പറയാ പരിചരണം പോലെ അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. ഇവരുടെ മറ്റ് ഡീറ്റെയിൽസ് എന്താണ്, ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ നഴ്സുമാർക്കോ ഒന്നും അറിയാനായിട്ട് സാധിക്കില്ല. എന്നാൽ അവരെ കുറിച്ചുള്ള എല്ലാത്തരം വിവരങ്ങളും അറിഞ്ഞു വെക്കുന്നത് ആരാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ആരുടെ ആവശ്യമാണ് അവിടെ ഉള്ളത്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ആവശ്യമാണ് കൂടുതലായിട്ട്
ഉള്ളത്. ഓക്കെ, അവരുടെ ബിഹേവിയർ ആണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യുന്നതും വീണ്ടും വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതും. നമുക്കറിയാം, അതായത് ഇപ്പോ എത്ര നല്ല ഡോക്ടർമാരുണ്ട്, അല്ലെങ്കിൽ നഴ്സുമാരുണ്ട്, അല്ലെങ്കിൽ എത്ര നല്ലൊരു എന്താ പറയാ നല്ലൊരു വേറെയും പലതരം സ്റ്റാഫുകളൊക്കെ ഹോസ്പിറ്റലിൽ വർക്കിംഗ് ആണല്ലോ. അവരൊക്കെ ഉണ്ടെങ്കിലും ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവരോട് നല്ല രീതിയിൽ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾ ബിഹേവ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ആ പേഷ്യൻസ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമോ? എത്ര നല്ല സർവീസ് അവിടെ കൊടുത്തെന്ന് പറഞ്ഞാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. പിന്നീട് വരുമോ അവര്? ഇല്ല, വരില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് അവരെ ഇന്റർവ്യൂ ചെയ്ത് അവരെ സെലക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പൊസിഷനിൽ ഇരുത്തുന്നത് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ആളുകളെ അവര് അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് പോലുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു ഫസ്റ്റ് പാരാഗ്രാഫ് ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. The next one, principal function of front office. Okay, the need for professionally trained hospital front office executive. ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ആവശ്യം എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡിഫറെന്റ് ഫ്രം അതർ സർവീസ് ഇൻഡസ്ട്രി, the hospital is where people come to visit when either or their close ones are unwell. This makes the people come to the hospital impatient, anxious, and curious. Here comes the importance or necessity of handling such patients or their family members with more professionalism, sympathy, empathy, and courtesy following all hospital operational protocols. അതായത് മറ്റ് സർവീസ് ഇൻഡസ്ട്രികളിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പീപ്പിൾസ്, അതായത് അവിടെ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ അവർക്ക് സുഖമില്ലാതെ വന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും വയ്യാഴിക വന്നിട്ടോ ആയിരിക്കും എന്തിനു വരിക, ഹോസ്പിറ്റലിലേക്ക് വരിക. അല്ലാണ്ട് ആരും ഒരു രജിസ്റ്റർഡ് വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, ആരും വെറുതെ ഹോസ്പിറ്റലിലേക്ക് വരില്ല അല്ലെ. ഒന്നില്ലെങ്കിൽ അവർക്ക് സുഖമില്ലാത്ത ഒരവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് സുഖമില്ലാത്തൊരവസ്ഥയിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്, ഈ ആളുകളൊക്കെ തന്നെയും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോ അവര് ഫിസിക്കലി എന്താ പറയാ വീക്ക് ആയിരിക്കും, അതുപോലെ തന്നെ മെന്റലിയും അവരെന്തായിരിക്കും, വീക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. കാരണം ഭയങ്കരമായിട്ട് എന്താ പറയാ ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും അവരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ പേഷ്യന്റ് പ്രത്യേകതകൾ, അതായത് ഇങ്ങനെ വരുന്ന പേഷ്യന്റ് കുറച്ച് എന്താ പറയാ സവിശേഷതകളുണ്ട്. അവര് ഇൻപേഷ്യന്റ് ആയിരിക്കും, അതായത് അക്ഷമരായിരിക്കും, ഒട്ടും തന്നെ ക്ഷമ ഉണ്ടാവില്ല, പെട്ടെന്ന് വെപ്രാളവും മറ്റുമൊക്കെ കാണിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും പേഷ്യന്റ് വരിക. അതുപോലെ തന്നെ ഭയങ്കര ആകാംക്ഷ ഉണ്ടാകും. അതുപോലെ തന്നെ ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഇതൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും പേഷ്യൻസ് അവിടേക്ക് കടന്നു വരിക. ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ് അവരെ കൂളാക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, അവരെ കൂളാക്കുക. ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാല് അത് പേഷ്യന്റോ അല്ലെങ്കിൽ പേഷ്യന്റെ ഫാമിലി മെമ്പേഴ്സോ ആയിക്കോട്ടെ, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവരെ കൂടുതലും പ്രൊഫഷണലിസത്തോടെ അവരെ കൈകാര്യം ചെയ്യുക. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് അറിയാം, അവരുടെ ഒരു എക്സ്പീരിയൻസിൽ അവർക്ക് അറിയാം എങ്ങനെയാണ് ഈ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സിമ്പതിയോടും അല്ലെ, അതായത് വളരെ എന്താ പറയാ സഹതാപത്തോടു കൂടിയും എംപതിയോടും കോർട്ടസി മര്യാദയോടു കൂടിയൊക്കെയാണ് ആരോട് പെരുമാറേണ്ടത്, ഇങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ പെരുമാറേണ്ടത്. ഇപ്പൊ ഭയങ്കരമായിട്ട് ചൂടായിട്ടാണ് ഒരു പേഷ്യന്റ് വരുന്നതിലേക്ക് ഭയങ്കര ദേഷ്യത്തോടു കൂടി ഫ്രണ്ട് ഓഫീസിലേക്ക് ഒരു പേഷ്യന്റ് കടന്നു വരികയാണ്. ഒരു കാരണവുമില്ലാതെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റാഫിനെ വല്ലാതെ വഴക്ക് പറയുന്നു. അവർക്ക് ചിലപ്പോ ആ ഒരു ആളുടെ റിലേറ്റീവ് ചിലപ്പോൾ അവിടെ ചികിത്സയിൽ ഉണ്ടാവാം, എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ആള് ചിലപ്പോൾ ക്രിട്ടിക്കലായിട്ട് തന്നെ തുടർന്നുണ്ടാവാം.
ട്രീറ്റ്മെന്റ് ചിലപ്പോ എന്തെങ്കിലും അപാകതകളോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാം. അപ്പോ ആ ഒരു ദേഷ്യം അവർ കാണിക്കുന്നത് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫിനോടാണ്. ഓക്കെ, അങ്ങനെ അയാളിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ചൂടാവാൻ പാടുണ്ടോ? നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടാൻ പാടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. തിരിച്ച് ദേഷ്യപ്പെടാൻ പാടുണ്ടോ? ഇല്ല അല്ലെ, ഒരിക്കലും തിരിച്ച് ദേഷ്യപ്പെടാനായിട്ട് പാടുള്ളതല്ല. ആദ്യം എത്ര തന്നെ ദേഷ്യപ്പെട്ട് വരുന്ന ഒരു പേഷ്യന്റോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് റിലേറ്റീവോ ആയാലും അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ ആദ്യം കേൾക്കണം. ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ എന്താ പറയാ ഒരു ഡ്യൂട്ടിയാണ് എന്താ പറയാ പേഷ്യന്റ്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്താണ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അയാള് പറഞ്ഞു തീരുന്നത് വരെ അയാളെ കേൾക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് ആണ്. ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് റിലേറ്റീവ് നമ്മുടെ അടുത്ത് വന്ന് വരും. നമ്മൾക്ക് ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ നമ്മളോട് വന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഹിയറിംഗ് ആണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം ഐ കോണ്ടാക്ട് ആണ്. പേഷ്യന്റ് കുറേയധികം കാര്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ് കുറേയധികം കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ വേറെ പല ചിന്തയിലായിരിക്കുള്ളൂ, ജസ്റ്റ് ഒന്ന് കേട്ട് നിൽക്കുക മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കൃത്യമായിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അദ്ദേഹത്തോട് അല്ലെങ്കിൽ അയാൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. ദെൻ മൂന്നാമത്തേതാണ് റിപ്ലൈ കൊടുക്കേണ്ടത് കേട്ടോ. ആദ്യം നമ്മൾ കേൾക്കുക, ദെൻ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, റിപ്ലൈ കൊടുക്കുക, മറുപടി നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, അതായത് അവർ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. ചിലപ്പോ നിങ്ങൾ എന്താ പറയാ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന രീതിയിൽ റിസപ്ഷനിസ്റ്റിനെ കൊണ്ട് ചിലപ്പോൾ മറുപടി കൊടുക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ അയാളെ ഒന്ന് കൂളാക്കുക. അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് ആ ഒരു പാരാഗ്രാഫില് പറയുന്നത്. നെക്സ്റ്റ് വൺ, the front office is a department of the hospital which directly makes the contacts with the patients where they first arrive. The staffs of this department are directly family members. It functions as a central point of contact across the organization. The department maintains information and records of all the patients of the hospital. It also plays an important role in forming overall impression of the service provided by the organization. അതായത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് പേഷ്യന്റ് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്ലേസ് ആണ്. അതായത് ആളുകള് ആദ്യം തന്നെ വന്നെത്തുന്ന ഒരു പ്ലേസ് ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞാല്. ഈ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് ആരോട് മിങ്കിൾ ചെയ്യുക, അവിടെ വരുന്ന പേഷ്യൻസിനോടായാലും റിലേറ്റീവിനോടായാലും സംസാരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് ആര്, അതായത് ആ ഒരു എന്താ പറയാ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫാണ് കേട്ടോ. കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്നു, സെൻട്രൽ പോയിന്റ് ആയിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതും ആരാണ്, ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫാണ്. ഓക്കെ, അതുപോലെ തന്നെ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാത്തരം ഡീറ്റെയിൽസ്, അതായത് പേഷ്യന്റിന്റെ ഫയലുകളും മറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നതും കീപ്പ് ചെയ്യുന്നതൊക്കെ ആരാണ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കീപ്പ് ചെയ്യുക. നമുക്കറിയാലേ, നമ്മള് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാല് റിസപ്ഷനിസ്റ്റിനോടാണ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ വരുന്ന സ്റ്റാഫിനോടാണ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നത്. അവരതനുസരിച്ച് ഒരു ഫയല് ക്രിയേറ്റ് ചെയ്യുകയും അത് കമ്പ്യൂട്ടറിലേക്ക് എൻറ്റർ ചെയ്യുകയും ചെയ്യും. ഈ ഫയലുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ തരം കാര്യങ്ങള് സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ്, ഫ്രണ്ട് ഓഫീസിലാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിന്റെ ഒരു ഓവറോൾ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് അതിന്റെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ആരാണ്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ടായിരിക്കും അവിടെ ആളുകളുടെ ഒഴുക്ക് എന്ന് പറയുന്നത്, അവിടെ ആളുകൾ ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് ആരാണ്, ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ആളുകളാണ്. ഓക്കെ, ക്ലിയർ ആയോ? 2 പാരാഗ്രാഫ് ഇപ്പൊ വായിച്ചു, ക്ലിയർ ആണോ?
Then അടുത്തത് the front desk position is often the first person that patients or their well-wishers interact while contacting with the hospital. So they are essentially the face and voice of the hospital, and for this reason they play an important role in the representing the organization. അതായത് ഒരു ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്നത് അവര് കൂടുതലായിട്ടും ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളെ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. അതായത് ആളുകളുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് വെക്കുന്ന ഒരാളാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഫേസ് ആൻഡ് വോയിസ് എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെയാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം നിങ്ങൾക്ക് കേട്ടോ. ഒരു ഹോസ്പിറ്റലിലെ ഫേസ് ആൻഡ് വോയിസ് എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവര് ഒരു ഹോസ്പിറ്റലിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ഹോസ്പിറ്റലിന്റെ പ്രതിനിധിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫേസ് ആൻഡ് വോയിസ് ആണ്. കൂടാതെ ഹോസ്പിറ്റലിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടും വർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തത് വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? എന്താണ് കസ്റ്റമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കസ്റ്റമർ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ആരാ കസ്റ്റമർ? കസ്റ്റമർ ആരാണ്? കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? കസ്റ്റമർ കമന്റ് ചെയ്യ് വേഗം. കസ്റ്റമർ ആരാണ്? പേഷ്യൻസ്. ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് പേഷ്യൻസ് ആണ് അല്ലെ? ഓക്കെ, പേഷ്യന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ കസ്റ്റമറിന് വ്യക്തമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ. എ കസ്റ്റമർ ഈസ് റെഫേർഡ് ടു ആസ് ഇൻഡിവിജ്വൽസ് ഓർ ഹൗസ് ഹോൾഡ്സ് that purchase goods and services generated within the economy. അതായത് ഒരു എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പദ് വ്യവസ്ഥ അല്ലെ? അതായത് നമുക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയാണ് അല്ലെ? ഓക്കെ, അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഒരു എക്കോണമിയില് അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയില് സാധനങ്ങളും സേവനങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്ന, വാങ്ങുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ കുടുംബങ്ങളെയോ ഫാമിലീസിനെയോ ആണ് എന്ത് പറയുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ കസ്റ്റമറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു എക്കോണമിയിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് വ്യക്തികളെയോ ഹൗസ് ഹോൾഡ്സ് ഫാമിലീസിനോ അല്ലെങ്കിൽ കുടുംബങ്ങളെയോ ആണ് എന്ത് പറയാ? കസ്റ്റമർ എന്ന് പറയാ. ഇപ്പൊ സാധനങ്ങളും സേവനങ്ങളും ആരാണ് വാങ്ങുന്നത്? അവരാരാണ്? കസ്റ്റമേഴ്സ് ആണ്. ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ ചെന്നാല് നമ്മൾ ധാരാളം സാധനങ്ങൾ വാങ്ങും അല്ലെ? അപ്പൊ നമ്മൾ ആരായി? നമ്മൾ ആ ഷോപ്പിലെ കസ്റ്റമർ ആയി. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ നമ്മൾക്ക് ധാരാളം സേവനങ്ങളാണ് കിട്ടുന്നത് അല്ലെ? സാധനങ്ങളെല്ലാം സർവീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡോക്ടർ നമ്മളെ നോക്കുന്നു അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്നു, അതെന്ന് പറയുന്ന ഒരു സർവീസ് ആണ്. ഓക്കെ, അപ്പൊ അവിടെയും നമ്മൾ ആരാണ്? കസ്റ്റമർ തന്നെ. ഓക്കെ, ക്ലിയർ ആണോ? കസ്റ്റമറിന്റെ ഡെഫിനേഷൻ ക്ലിയർ ആണോ? ഓക്കെ, അത് പഠിച്ചു വെക്കുക കേട്ടോ. എക്കോണമിയില് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സോ ആണെന്ന് പറയുന്നത് കസ്റ്റമർ എന്ന് പറയുന്നത്. അടുത്തത് the word is historically derived from custom, meaning habit. A customer is someone who frequently consists of a particular shop and makes it a habit to purchase goods from there, and with whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected purchase in the future. അതായത് ഈ ഒരു കസ്റ്റമർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് കസ്റ്റം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് കേട്ടോ. കസ്റ്റമർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് കസ്റ്റം എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. വിച്ച് മീൻസ് ഹാബിറ്റ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹാബിറ്റ് എന്നാണ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശീലം അല്ലെ? നമ്മുടെ എന്താ പറയാ, ഡെയിലി ഇപ്പൊ നമ്മൾ ഡെയിലി ചായ കുടിക്കുന്നുണ്ട് അല്ലെ? അതെന്താണ്? നമ്മുടെ ഒരു ഹാബിറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി TV കാണുന്നുണ്ട്, അതും എന്താണ്? ഒരു ഹാബിറ്റ് ആണ്.
ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയാ നമ്മൾ ഹാബിറ്റ് ആയിട്ട് പരിഗണിക്കുക കേട്ടോ. അപ്പൊ കസ്റ്റം എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാബിറ്റ് എന്നാണ്. ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാല് ആള് സ്ഥിരമായിട്ട് ഒരു കടയിൽ പോവുകയാണെങ്കിൽ ആ ഒരു കടയിലെ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യും, ആ ഒരു കസ്റ്റമറുമായിട്ട് ഒരു ക്ലോസ് റിലേഷൻ എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. ഇതിനു വേണ്ടിയിട്ടാണ് ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്നത് ഷോപ്പ് കീപ്പർ കസ്റ്റമറുമായിട്ട്? അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ടല്ലോ. വീണ്ടും ഇവിടെ നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ടാണ് അല്ലെ, അതായത് അയാളുടെ ഫ്യൂച്ചർ പർച്ചേസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ, അതായത് ആ ഒരു ഷോപ്പ് കീപ്പറിനെ സംബന്ധിച്ച് ഫ്യൂച്ചർ പർച്ചേസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നത് അല്ലെ. അപ്പൊ ഞാനിപ്പോ ഒരു ഹോട്ടലിൽ ഡെയിലി പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. ഡെയിലി അവിടെ നിന്ന് ഞാൻ 2 ദോശയും ഒരു ചായയും കഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. 1-2 ദിവസം ഞാൻ ചെല്ലുന്നു, പിന്നെയും വീണ്ടും ഞാൻ ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, അതായത് നമ്മൾ ഡെയിലി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് നമ്മളുമായിട്ടൊരു റിലേഷൻ വരും. അതായത് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങും അല്ലെ. നമ്മളുടെ ഡീറ്റെയിൽസ് ചോദിക്കും, നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും, നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും, നമ്മുടെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് തമാശ പറയുകയും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുകയും ചെയ്യും. ഇങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളായിട്ട് പരിചയം ഉണ്ടാക്കുന്നതിനും കൂടാതെ ഫ്യൂച്ചറിൽ, അതായത് ഇനിയും എന്ത് ചെയ്യാണ്, ഇനിയും ഞാൻ അവിടെ ചെന്ന് ചായ കുടിക്കാനും അതുപോലെ ദോശ തിന്നാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന്റെ ഒരു പർച്ചേസിന് വേണ്ടിയിട്ടാണ് ഞാനുമായിട്ട് ഒരു ക്ലോസ് റിലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോ അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്തൊരു പോയിന്റ് പറയുന്നുണ്ട്, customer needs may be defined as the goods or services a customer needs to achieve specific goals. Different needs are of varying importance to the customer. അതായത് കസ്റ്റമർ നീഡ്സ്, ഉപഭോക്തൃ ആവശ്യങ്ങൾ എന്നാണ് കേട്ടോ കസ്റ്റമർ നീഡ്സിന്റെ മലയാളം. അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? ഗുഡ്സ് ഓർ സർവീസസ് എ കസ്റ്റമർ നീഡ്സ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. അതായത് കസ്റ്റമറിന് നിശ്ചിത ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നിശ്ചിത ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളോ സേവനങ്ങളോ ആണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം, എന്നിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. അതായത് ഒരു ഉപഭോക്താവിന് നിശ്ചിത ലക്ഷ്യങ്ങൾ നേടുന്നതിനായുള്ള സാധനങ്ങളോ സേവനങ്ങളോ ആണ് എന്ത് പറയുന്നത്, കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഓരോരുത്തർക്കും എന്താണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തർക്കും ഇഷ്ടങ്ങൾ വെവ്വേറെ ആയിരിക്കും അല്ലെ. ഇപ്പൊ എനിക്കുള്ള ഇഷ്ടങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക, ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഒരു കസ്റ്റമർ നീഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് എനിക്കൊരു നിശ്ചിത ലക്ഷ്യമുണ്ട്. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ തോന്നിയൊരു ലക്ഷ്യമാണ്, എനിക്കൊരു ചിക്കൻ ബിരിയാണി തിന്നണമെന്ന് ഞാൻ വിചാരിക്കാണ്. ഓക്കെ, ചിക്കൻ ബിരിയാണി കണ്ടുച്ചയാവാറായി, പെട്ടെന്ന് അത് തിന്നാനായിട്ടൊരു മോഹം തോന്നുവാണ്. ഓക്കെ, അപ്പോ കടയിൽ പോയി കഴിക്കുന്ന കാര്യം എനിക്ക് ഇഷ്ടമല്ല. അതായത് കടയിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് എന്ത് ചെയ്യുക, ഞാനത് കൂടുതലായിട്ട് കഴിക്കുക. ഓക്കെ, അപ്പോ ചിക്കൻ ബിരിയാണി അതായത് തിന്നണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യണം, ഞാൻ പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് മേജർ ആയിട്ട്, അതായത് മെയിൻ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ വേണം ചിക്കൻ ബിരിയാണിക്ക്, മറ്റുള്ള റൈസ് വേണം അല്ലെ. ഓക്കെ, അപ്പോ ചിക്കൻ ബിരിയാണി തിന്നുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു ലക്ഷ്യം സാധ്യമാക്കുന്നതിന്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങുന്ന സാധനങ്ങളോ സേവനങ്ങളോ ആണെന്ത് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ചിക്കൻ ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് വാങ്ങിക്കുന്നത്, ചിക്കനും മേടിക്കുന്നു, അതുപോലെ റൈസും മേടിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ്, എന്നാൽ കസ്റ്റമർ നീഡ്സ് ആയിട്ട് വരുന്നത് റൈസും അതുപോലെ തന്നെ ചിക്കനുമാണ്. ഓക്കെ, ക്ലിയർ ആണോ? എക്സാമ്പിൾ പറഞ്ഞപ്പോ ക്ലിയർ ആയോ?
ഓക്കെ, ഇപ്പൊ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് പല ലക്ഷ്യങ്ങളുണ്ട് അല്ലെ, നിങ്ങൾക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ വാങ്ങിക്കുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്, കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. Then next one, customer expectations are influenced by cultural values, advertising, marketing, and other communication, both with the supplier and with the other sources. ഇനി അതുപോലെ തന്നെ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻസ്, കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മളൊരു സാധനം എക്കോണമിയിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഓക്കെ, അതിലൊന്നാണ് കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പിന്തുടർന്ന് വന്നിരുന്ന രീതികളുണ്ട്. ഇപ്പോ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എന്ത് ഡ്രസ്സാണ് ചെറുപ്പം മുതലേ ഇടുന്നത്, എന്റെ എന്താ പറയാ കൂടുതലായിട്ട് ഞാൻ ഫോളോ ചെയ്തു വന്നിരുന്ന രീതി എങ്ങനെയാണ്, ഡ്രസ്സിംഗ് പാറ്റേൺ എങ്ങനെയാണ്. ഇപ്പൊ ട്രഡീഷണൽ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ പിന്തുടരുന്ന ഞാനാണെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. അതിനെയാണ് എന്ത് പറയുന്നത്, കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണത് കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് അഡ്വർടൈസിംഗ് ആണ്. അതായത് നമ്മളിപ്പോ ടിവിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എന്താണ് ധാരാളം പരസ്യങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ഓക്കെ, ധാരാളം പരസ്യങ്ങൾ കാണുന്നുണ്ട്. ഈ അഡ്വർടൈസിങ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ ഓണം എന്താ പറയാ, ഓണം വരാൻ പോവാണ്. അപ്പൊ ടിവികളിലൊക്കെ ധാരാളം പരസ്യങ്ങളുണ്ട് അല്ലെ, ഫോണിന്റെ പരസ്യങ്ങളുണ്ട്, ഡ്രസ്സിന്റെ പരസ്യങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് തോന്നുവാണ് ഇതൊന്ന് മേടിച്ച് കളയാം, അല്ലെങ്കിൽ നമ്മളത് കണ്ടിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ കോണ്ടാക്ട് ചെയ്യാണ്, ഇങ്ങനെയുള്ള ഒരു സാധനം അവിടെ വന്നിട്ടുണ്ടോ, അപ്പൊ അവർ വന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളത് കാണാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ മേടിക്കാനായിട്ട് തയ്യാറെടുത്ത് പോവാണ്. അപ്പോ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ എക്സ്പെക്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ഇതിനടുത്തത് മാർക്കറ്റിംഗ് ആണ്. അതായത് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. ഇപ്പൊ ഓരോരുത്തരും നമ്മുടെ വീടുകളിലൊക്കെ വരികയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് അല്ലെ. രണ്ടു മൂന്ന് പേരൊക്കെ എന്താണ് പെട്ടി ഇതൊക്കെ ആയിട്ട് വരും അല്ലെ, ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വരും. എന്നിട്ട് ഇത് ഡിസ്കൗണ്ട് ഉണ്ട്, വില കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളെ വാങ്ങിക്കാനായിട്ട് പ്രേരിപ്പിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അതർ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ മറ്റു ചില മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ, ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് ദ അതർ സോഴ്സസ്. അതുപോലെ തന്നെ നമ്മൾക്ക് സാധനം തരുന്ന ആളുമായിട്ട് നമ്മളൊരു ബന്ധം നിലനിർത്തുകയാണെങ്കിൽ അയാള് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കുക. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഡെയിലി ഒരു കടയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ മൊത്തം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഒരേ കടയിലാണ് ചെല്ലുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വ്യക്തിയോടായിരിക്കും ആവശ്യപ്പെടുക, എന്റെ ഏത് സാധനം എനിക്ക് ആവശ്യമുണ്ട്, എപ്പോഴാണത് എനിക്കായിട്ട് കൊണ്ടുവരിക എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസ് പ്രകാരം അവരെന്ത് ചെയ്യും, ആ സാധനം അവിടെ കൊണ്ടുവയ്ക്കുകയും നമ്മളത് പർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ഇൻഫ്ലുവൻസ് ആകുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അടുത്തത് കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ. കസ്റ്റമർ സർവീസ്, ഓൾസോ നോൺ ക്ലയന്റ് സർവീസ്, ഇസ് ദ പ്രൊവിഷൻ ഓഫ് എ സർവീസ് ടു കസ്റ്റമേഴ്സ് ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ എ പർച്ചേസ്. According to Turbonatal 2002, customer service is a series of activities designed to improve the level of customer satisfaction. That is the feeling that a product or service has met the customer expectation. Customer services can be given by salesman or hospital executive, also through automated internet services. The medical receptionist is often first person with whom patient has with the medical facility. Giving patients individual attention can go a long way in establishing their positive experience with the facility. Okay. അതായത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ക്ലയന്റ് സർവീസ് ആണ്. ഓക്കെ, അതായത് കസ്റ്റമർ സർവീസിന്റെ മറ്റൊരു പേരാണ് എന്ത്, ക്ലയന്റ് സർവീസ് എന്ന് പറയുന്നത്.
ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാല് കസ്റ്റമേഴ്സ് ബിഫോർ സർവീസ് ടു കസ്റ്റമേഴ്സ് ബിഫോർ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എ പർച്ചേസ്. നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന ആ ഒരു ടൈമില് അല്ല നമുക്ക് കസ്റ്റമർ സർവീസ് കിട്ടുന്നത്. ഓക്കെ, ഞാനിപ്പോ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണ്. ആ ഒരു സമയത്തല്ല എന്ത് കിട്ടുന്നത്, ആ സമയത്ത് മാത്രമായിരിക്കില്ല എനിക്ക് ആ ഒരു കസ്റ്റമർ സർവീസ് ആ ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. മറിച്ച് ആ ഒരു മൊബൈൽ ഫോൺ ഞാൻ വാങ്ങുന്നതിന് മുമ്പും വാങ്ങിയതിന് ശേഷവും എനിക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, കസ്റ്റമർ സർവീസ് എനിക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും? അതായത് ഞാൻ പറഞ്ഞു, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ഫോൺ ആണല്ലോ പറഞ്ഞത്. ഞാനൊരു ഫോൺ വാങ്ങിക്കാനായിട്ട് ഒരു ടിവിയിലാണ് അഡ്വർടൈസിങ് ഞാൻ കണ്ടു. ആ ഒരു കാഴ്ചയിൽ അല്ലെങ്കിൽ അത് കണ്ടിട്ട് എന്താണ്, പെട്ടെന്ന് എനിക്ക് ആ ഒരു ഫോൺ വാങ്ങണമെന്ന് ആവശ്യം വരികയാണ്, അതായത് തോന്നുകയാണ്. ഉടനെ തന്നെ ഞാൻ എന്റെ അടുത്തുള്ള ഷോപ്പില് ഞാൻ വിളിക്കുകയാണ്, ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യാണ്, അവരോട് ചോദിക്കുകയാണ് ഇന്ന കമ്പനിയുടെ ഇന്ന ഫോൺ വന്നിട്ടുണ്ടോ, അവൈലബിൾ ആണോ, അതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ EMI ഡേറ്റ്സും അല്ലെങ്കിൽ ലോൺ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അവരെന്താണ് എന്നോട് വിശദമായിട്ട് കാര്യങ്ങൾ എന്നോട് തുറന്നു പറയാണ്. അതായത് ഇങ്ങനെയാണ്, ഈ ഒരു ഫോണാണ്, നല്ല എന്താ പറയാ വളരെയധികം പ്രത്യേകതയുള്ള അതായത് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ള ഒരു ഫോണാണ്, അതിന്റെ EMI ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ് എനിക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, ഞാൻ ഫോൺ വാങ്ങിച്ചിട്ടില്ല കേട്ടോ, വാങ്ങുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഈ സർവീസ് എനിക്ക് അവർ പറയുന്നത്. അപ്പോ ഈ ഒരു സർവീസ്, അതായത് ആ ഒരു പർച്ചേസിന് മുമ്പ് അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ബിഫോർ പർച്ചേസ് ആണ്. അതായത് പർച്ചേസിന് മുമ്പ് ഉള്ള കസ്റ്റമർ സർവീസ് ആണ് അത് അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ഇതിന് ശേഷം ഞാൻ ഈ സാധനം, അതായത് ഈ ഒരു ഫോൺ ഞാൻ ഷോപ്പിൽ ചെന്ന് വാങ്ങിച്ചിട്ട് അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല രീതിയിൽ ഒരു കസ്റ്റമർ സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളായാലും ഒരു ഫോൺ മേടിക്കാനായിട്ട് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, വളരെയധികം ഒരു നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യും അല്ലെ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാവും അവർ പറയുന്നത് കേട്ടിട്ട്. ആ ഒരു പറച്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മൊബൈൽ ഫോൺ നമ്മൾ ചൂസ് ചെയ്യുക അല്ലെ. അപ്പോ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് എന്ത് ചെയ്യാണ്, പർച്ചേസിന് ശേഷം വീണ്ടും ഇവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് ഇപ്പൊ 24 മണിക്കൂർ ആയില്ല, എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കാതെ വരികയും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആ ഷോപ്പിൽ കോണ്ടാക്ട് ചെയ്യും. അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഹെഡ് ഓഫീസിലേക്ക് എന്ത് ചെയ്യും, ഇൻഫോം ചെയ്യും അല്ലെ. പിന്നെ അവിടെ നിന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, കസ്റ്റമർ സർവീസ് തരിക. ഓക്കെ, അപ്പൊ അതും എന്ത് തന്നെയാണ്, കസ്റ്റമർ സർവീസ് ആണ്. അപ്പൊ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ മാത്രമല്ല, ആ സാധനം വാങ്ങിക്കുന്നതിന് മുമ്പും വാങ്ങിച്ചതിന് ശേഷവും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കസ്റ്റമർ സർവീസ് ലഭിക്കുന്നുണ്ട് കേട്ടോ. ദെൻ അടുത്തതൊരു ലോ പറയുന്നുണ്ട് അതിനകത്ത്. അക്കോർഡിംഗ് ടു ടർബനേറ്റൽ ലോ 2002, അതായത് കസ്റ്റമറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ലോ ആണത് ടർബനേറ്റൽ ലോ എന്ന് പറയുന്നത്. നമുക്കതിനെ ഡീപ്പായിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ആ ഒരു പേരൊന്ന് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ടർബനേറ്റൽ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 2002-ലാണ്. അതിനകത്ത് കസ്റ്റമറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, കസ്റ്റമർ സർവീസ് is a series of activities designed to improve the level of customer satisfaction. അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു ശൃംഖലയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം, ഒരു പർച്ചേസിലൂടെ ഒരു സാധനം നമ്മൾ സ്വന്തമാക്കി കഴിയുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യണം, ഡെവലപ്പ് ആവണം അല്ലെ. സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം. ഏത് സമയവും ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൂടിക്കൊണ്ടിരിക്കണം. ആ കൂടിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കസ്റ്റമർ സർവീസിന്റെ ഒരു ശൃംഖല തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ശൃംഖല തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. അതായത് ഞാനിപ്പോ പറഞ്ഞ ഫോണിന്റെ കാര്യം തന്നെ എടുക്കാം. ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ ഫോൺ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് കൊണ്ടുവരുന്നതിന് മുമ്പും കേട്ട് എന്ത് ചെയ്യുന്നത് ധാരാളം കസ്റ്റമർ സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ആ ഒരു ഷോപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അല്ലെ. ആ ഷോപ്പിൽ നിന്ന് അവരുടെ, അതായത് ആ ഒരു ഷോപ്പിന്റെ ഹെഡ് ഓഫീസ് ഉണ്ട് അല്ലെ, ആ ഹെഡ് ഓഫീസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫോർമേഷൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഈ ഫോൺ കമ്പനി ഏതാണോ അതിന്റെ റീജിയണൽ ഓഫീസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫോർമേഷൻ പോകുന്നുണ്ട്. ദെൻ അതിനുശേഷം ഈ കമ്പനി, അതായത് ഈ ഒരു ഫോൺ പ്രൊഡ്യൂസ് ചെയ്ത കമ്പനി ഏതാണോ ആ ഒരു കമ്പനിയുടെ ഹെഡ് ആയിട്ടുള്ള ഒരു ഓഫീസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫോർമേഷൻ പോകുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ശൃംഖലയാണ് അല്ലെ, ഒരു സീരീസ് ആണ്. അതായത് നമുക്കൊരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ ധാരാളം കാര്യങ്ങളുടെ ഒരു എന്താ പറയാ ആക്ടിവിറ്റീസിലൂടെയാണ്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ നമ്മൾക്ക് കിട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നമ്മളൊരു പർച്ചേസ് നടത്തുന്നത്. അപ്പൊ ഇത് ഒരു ഷോപ്പിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, ധാരാളം കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്കൊരു സാധനം വാങ്ങിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കസ്റ്റമർ സർവീസ് നമുക്ക് പ്രൊവൈഡ്, അതായത് നമുക്ക് തരുന്നത് ആരാണ്, ഒരു സെയിൽസ് മാൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ആണ്. ഒരു കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് തരുന്നത് ആരാണ്, അത് സെയിൽസ് മാൻ ആണ്. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മളൊരു ഷോപ്പിലേക്ക് ചെല്ലുകയാണ് അല്ലെ, അവിടെയുള്ള സെയിൽസ്മാൻ എന്ത് ചെയ്യും ധാരാളം ഡ്രസ്സുകൾ നമ്മുടെ ടേബിളിന്റെ മുമ്പിലായിട്ട് എന്ത് ചെയ്യും ഇട്ട് തരും അല്ലെ. ഓക്കെ, അപ്പൊ അത് അയാള് ചെയ്യുന്നത് എന്ത് തന്നെയാണ് കസ്റ്റമർ സർവീസ് ആണ്. ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് കസ്റ്റമർ സർവീസ് നൽകുന്നത് ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്രണ്ട് ഓഫീസിലെ റിസപ്ഷന്റെ ഒക്കെ ഏരിയയിലേക്ക് ധാരാളമായിട്ട് ആര് നിൽപ്പുണ്ടാവും, ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് നിൽപ്പുണ്ടാവും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് കൺസൾട്ടേഷൻ റൂം അറിയില്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ പരിചയമില്ലെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾക്ക് ഈ ഒരു ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവിനോട് ചോദിക്കാം ഈ സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ ഈ ഫോം എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതും എന്ത് തന്നെയാണ് കസ്റ്റമർ സർവീസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇത് രണ്ടുമല്ല മൂന്നാമതൊരു വഴി എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസ് ആണ്. ഇന്റർനെറ്റ് സർവീസിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കസ്റ്റമർ സർവീസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ എന്താണ് അവർ നേരത്തെ തന്നെ മേടിച്ചു വെക്കുമല്ലോ. അപ്പോ ആ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ ടൈം അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ മറ്റ് സർവീസുകളൊക്കെ എന്താണ് നമുക്ക് മെസ്സേജുകളായിട്ട്, ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസിൽ പെടുന്ന മെസ്സേജുകളായിട്ട് എന്ത് വരും നമ്മുടെ ഫോണിലേക്ക് വരും. ഇതൊക്കെ എന്താണ് കസ്റ്റമർ സർവീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് പേഷ്യന്റുമായിട്ട് ഒരു കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിനും ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകുന്നതിലൂടെ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഇലാബറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്രൂവ് ആകുന്നത്. ഒരു കസ്റ്റമറിന് ആവശ്യം അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് ആവശ്യം എന്ത് തന്നെയാണ് എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, അതായത് ഓരോരുത്തരെ, അതായത് അവിടെ വരുന്ന പേഷ്യൻസിനെ ഓരോരുത്തരെ എന്ത് ചെയ്യുക, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് കെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പേഷ്യന്റിന് ആവശ്യമായിട്ട് വരുന്നത്. ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി, മറ്റു പേഷ്യൻസും എന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത് എന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്നെ പ്രത്യേകമായിട്ട് കെയർ ചെയ്യണം എന്നാണ് എല്ലാവരും വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു കെയർ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് അവിടെ ഡെവലപ്പ് ആകുകയും ആ ഒരു ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റ് തന്നെ എന്താണ് അത് വഴിയൊരുക്കുകയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 പേജ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഉള്ള ഒരു സംഭവങ്ങളാ പറയുന്നത്. കുറച്ച് ആദ്യമേ തന്നെ അതാണ് പറഞ്ഞത്, കുറച്ചൊരു എന്താ പറയാ ബോറടി തോന്നുന്നുണ്ടാകും. എന്നിരുന്നാലും നമുക്കിത് പഠിക്കേണ്ടതാണ്, പഠിക്കാതെ നിവൃത്തിയില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ടെർബനേറ്റ് ലോ എന്ന് പറഞ്ഞാല് അതിനകത്ത് കസ്റ്റമർ സർവീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാല് സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അതൊരു ലോ ആണ്, നമുക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. 2002 കസ്റ്റമേഴ്സിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ലോ ആണ് കേട്ടോ. ഓക്കെ,
ഞാൻ ഇന്ന് ഇവിടം വരെ എടുക്കുന്നുള്ളൂ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന ചാപ്റ്റർ? ഏതായിരുന്നു? ചെയ്തേ, ഏതായിരുന്നു ചാപ്റ്റർ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തീർന്ന ചാപ്റ്റർ ഏതായിരുന്നു? ഡിസ്ചാർജ് അല്ലെ? ഓക്കെ, ഡിസ്ചാർജ് പ്രോസസ് അല്ലെ? അപ്പൊ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒരു 3-4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്കത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. റെഡിയാണോ? നോട്ടൊക്കെ കയ്യിലുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Abscond is also known as dash. Abscond. Abscond. ABSCOUND. Abscond is also known as dash. Abscond is also known as dash. Option A, admission. Option A, admission. Option B, removal. Option B, removal. Option C, discharge. Option C, discharge. Option D, none of the above. Option D, none of the above. ഏതാണ് ആൻസർ വരിക? ഒന്ന് കമന്റ് ചെയ്തേ. അബ്സ്കോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സ്കോണ്ട് കമന്റ് ചെയ്യൂ കേട്ടോ. അബ്സ്കോണ്ട് എന്താണ്? അഡ്മിഷൻ ആണോ, റിമൂവൽ ആണോ, ഡിസ്ചാർജ് ആണോ? അല്ലെ, അബ്സ്കോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാടി പോവുക അല്ലെ? ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യാണ്? ചാടി പോവാണ്. അതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡിസ്ചാർജ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Who refer OP consultations? Who refer OP consultations to the patients? Who refer OP consultations to the patients? Who comes to the casualty? Who refer OP consultations to the patients? Who comes to the casualty? Option A, CMO. Option A, CMO. Option B, RN. Option B, RN. Option C, physician. Option C, physician. Option D, all of the above. Option D, all of the above. ആരാണ് റെഫർ ചെയ്യുന്നത്? കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിനെ OP കൺസൾട്ടേഷൻ വിധേയനാക്കുന്നത് ആരാ? CMO ആണ്. ഓക്കെ, CMO ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Discharge is also known as. Discharge is also known as.
A, arrival. A, arrival. B, departure. B, departure. C, admitted. C, admitted. D, treated. B, treated. ഏതാ വരിക? Discharge is also known as arrival, departure, admitted, treated. Departure ആണ് അല്ലേ? Departure ആണ്, പുറപ്പെടൽ. ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യാണ്? വീട്ടിലേക്ക് പുറപ്പെടുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിപ്പാർച്ചർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. Which of the following does not include in discharge summary? Which of the following does not include in discharge summary? Option A, laboratory results. Option A, laboratory result. Option B, follow-up advice. Option B, follow-up advice. Option C, significant findings. Option C, significant findings. Option D, none of the above. Option D, none of the above. ഒന്നുകൂടി പറയാം. Which of the following does not include in discharge summary? Discharge summary യിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? Laboratory result, follow-up advice, significant findings, none of the above. ഏതാണ് ആൻസർ വരിക? ഡി ആണ് ആൻസർ വരിക അല്ലെ? ഇതൊന്നുമല്ല. കാരണം എന്താ? ലബോറട്ടറി റിസൾട്ട്, ഫോളോ-അപ്പ് അഡ്വൈസ്, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടിയോ? കിട്ടി. അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യുവാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഡൗട്ട് ഇല്ലേ? എല്ലാം ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നുമില്ല മിസ്സേ, ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലെ? ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇപ്പൊ ആരാ പറഞ്ഞത് എന്നോട്? പേരെന്താ? ഉമൈബ. ഉമൈബ അല്ലേ? ഉമൈബ ഒന്ന് പറഞ്ഞേ, എന്താണ് കസ്റ്റമർ? ആരാണ് കസ്റ്റമർ? ഹു ഈസ് കസ്റ്റമർ?
കസ്റ്റമർ എന്ന് പറഞ്ഞാല് നമ്മളുടെ എക്കണോമിയിൽ ഗുഡ്സും സർവീസും ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ. ഓക്കെ, ഒന്ന് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് ഇംഗ്ലീഷിലാക്കി ഒന്ന് പറഞ്ഞു. Customer referred as individual or household that purchase goods and service within the economy. ജനറേറ്റഡ് വിത്തിൻ The economy. ഓക്കെ. അപ്പൊ കസ്റ്റമർ നീഡ്സ് എന്താണെന്ന് കൂടി ഒന്ന് പറയാമോ? കസ്റ്റമർ നീഡ്സ് എന്താ? കസ്റ്റമർ നീഡ്സ് അവരുടേതായ ആ സ്പെസിഫിക് ഗോൾസ് ഇത് മനസ്സിലാക്കിയിട്ട് ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യല്. അതായത് പൊതുവെ ഡെപ്പോ യൂസ് ചെയ്യുന്ന കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസ്മെന്റ്, മാർക്കറ്റിംഗ്, മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ അതൊക്കെ നോക്കി കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷനോട്. ഓക്കെ ഓക്കെ ഓക്കെ. വേറൊരാളൊന്ന് കസ്റ്റമർ നീഡ്സ് ഒന്ന് ഡിഫൈൻ ചെയ്ത് എന്താണ് കസ്റ്റമർ നീഡ്സ്? ക്ലാസ് കട്ടായി, എന്നാ പറ്റിയേ? നെറ്റിന് എന്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ആരും പോയില്ലല്ലോ? എല്ലാവരും പോയോ? ഇല്ല മാം. ഓക്കെ. അപ്പൊ ഒരാളൊന്ന് പറഞ്ഞേ, എന്താണ് കസ്റ്റമർ നീഡ്സ്? അതാണ് പറഞ്ഞു നിർത്തിയത്. ഒരാള് പറയൂ. ഗോപിക, കസ്റ്റമർ നീഡ്സ് ഒന്ന് പറഞ്ഞ മോളെ. കസ്റ്റമർ നീഡ്സ് ഒന്നും മിണ്ടുന്നില്ലല്ലോ ചോദിച്ചിട്ട്. കുറച്ചുകൂടെ ആക്റ്റീവായി. എന്താണ് കസ്റ്റമർ നീഡ്സ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സോ സർവീസോ വാങ്ങുന്നതിന് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കഥ എഴുതണം എന്ന് വിചാരിക്കുക. കഥ, ഒരു സ്റ്റോറി എഴുതാമെന്ന് വിചാരിക്കുകയാണ്. സ്റ്റോറിക്ക് എഴുതണമെങ്കിൽ എന്ത് വേണം? പേപ്പറും പേനയും വേണം അല്ലെ? ആ പേപ്പറും പേനയും എന്താണ്? കസ്റ്റമർ നീഡ്സ് ആണ്. ക്ലിയർ ആണോ? ആണോ? മിസ് എന്താ ഇപ്പൊ ചോദിച്ചേ? കേട്ടിട്ടില്ല. കസ്റ്റമർ നീഡ്സ് എന്താണെന്നാണ് ചോദിച്ചത് മുബൈബ. ആരും പറയുന്നില്ല എന്താണെന്ന്. മുബൈബ തന്നെ ഒന്ന് പറഞ്ഞു, എന്താണ് കസ്റ്റമർ നീഡ്സ്? കസ്റ്റമർ നീഡ്സ് എന്താ? ഒന്ന് എക്സാമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞാൽ മതി.
കേട്ടോ? കസ്റ്റമർ നീഡ്സ് അവരുടെ സ്പെസിഫിക് ഗോൾസ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യലാം. ഓക്കെ, വെരി ഗുഡ്. അതാണ് എന്ത് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. ഇപ്പൊ മുയിബക്ക് എന്താണോ ഒരു എയിം ഉള്ളത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുയിബ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കസ്റ്റമർ നീഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ അത്? കൾച്ചറൽ വാല്യൂ, പരസ്യങ്ങള്, മാർക്കറ്റിംഗ്, മറ്റുള്ള കമ്മ്യൂണിക്കേഷന്, ഇതെല്ലാം. ഓക്കെ, അതൊക്കെയാണ് കസ്റ്റമർ നീഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി ടർബനേറ്റർ ലോ ഏത് ഇയർ ആണ് എഴുതപ്പെട്ടത്? ടർബനേറ്റർ ലോ 2002. 2002 ടർബനേറ്റർ ലോ ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ അവിടെ പറയുന്നത് ഏത് വേർഡിൽ നിന്നാണ് കസ്റ്റമർ എന്ന് പറയുന്ന ഒരു വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്? കസ്റ്റം എന്ന് പറയുന്നത് കസ്റ്റം. ഓക്കെ, വിച്ച് മീൻസ് അതിന്റെ അർത്ഥം എന്താണ്? ഹാബിറ്റ്. ഹാബിറ്റ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അല്ലെ? ഓക്കെ. ഇനി ഒരു ഷോപ്പ് കീപ്പർ ഒരു കസ്റ്റമറുമായിട്ട് ഒരു കോണ്ടാക്ട് വെക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു കോണ്ടാക്ട് അവിടെ കീപ്പ് ചെയ്യുന്നത് അയാള്? ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യണം. ഫോർ ഫ്യൂച്ചർ പർച്ചേസിന് വേണ്ടിയിട്ടാണ് ആ ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ഇത്രയും വരെ എന്ത് ചെയ്യുക? പഠിക്കുക എന്നല്ല, വായിച്ചു നോക്കുക. ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. CRM സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ. ദെൻ അതിന്റെ പിന്നെ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ. അതായത് മിസ് ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫും മെഡിക്കൽ റിസപ്ഷനിസ്റ്റും സെയിമാ? സെയിം ആണ്. ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആ സ്റ്റാഫുകളായിട്ടാണ് വരിക, അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് വരിക. പല പേരുകളുണ്ട് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്നറിയപ്പെടും, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്നറിയപ്പെടും, അതുപോലെ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടും. അതൊക്കെ ആര് തന്നെയാണ്? ഫ്രണ്ട് ഓഫീസ് ആളുകളാണ് കേട്ടോ. ഓക്കെ. അതായത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നത് കൂടുതലും ഇക്കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇത് തിയററ്റിക്കലി ആയിട്ട് ആണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ഓക്കെ, ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.